ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പടന്നയിൽ സ്നേഹസംഗമം ഒരുക്കി കണ്ണൂർ സ്നേഹതീരം കൂട്ടായ്മ. തോട്ടട ആശ്രയം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് സ്നേഹതീരം പ്രവർത്തകർ പടന്നയിൽ എത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കണ്ണൂർ തോട്ടട ആശ്രയം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കുക എന്നതായിരുന്നു സ്നേഹതീരം പ്രവർത്തകരുടെ ഇത്തവണത്തെ യാത്രയുടെ ഉദ്ദേശം. സ്നേഹയാത്രയും പാട്ടുമക്കാനിയും എന്നായിരുന്നു പരിപാടിയുടെ പേര്. സ്നേഹതീരം കൂട്ടായ്മയിലെ ഗായകരുടെ പാട്ടുകളായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം. सपनों की रानी कब आएगी तू, आए तुम सितारे कब आएगी तू, चाहे जिंदगानी कब आएगी तू, चलिया तू चलिया. സ്നേഹതീരം പ്രവർത്തകർ വർഷം തോറും നടത്താറുള്ള ഉല്ലാസയാത്രയിൽ അങ്ങനെ ഇത്തവണ 50ഓളം വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വിശിഷ്ടാതിഥികളായി. ആഹ്ലാദത്തിന്റെയും കളിചിരികളുടെയും ഒരു ദിവസം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അവരെ പരിപാലിക്കുന്ന രക്ഷകർത്താക്കൾക്കും സമ്മാനിക്കുകയായിരുന്നു സ്നേഹതീരം കൂട്ടായ്മ. സ്നേഹതീരവും ഒപ്പം വനിതാ അംഗങ്ങളുടെ കൂട്ടായ്മയായ പിരിശക്കൂട്ടവും ചേർന്നാണ് ഉല്ലാസയാത്ര ഒരുക്കിയത്. ധാരാളം പ്രവർത്തികൾ കണ്ണൂരിൽ ധാരാളം പൊതുപരിപാടികൾ, ഈവൻറ്റുകൾ, അതുപോലെ തന്നെ ഗ്രൂപ്പിനകത്തും വെളിയിലുള്ള കുറേ യാത്രകളും മറ്റ് മത്സരങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ എടച്ചാക്കയിലുള്ള ഈ പാർക്കിൽ ഇത് നമ്മുടെ 8ാമത്തെ വിനോദയാത്രയാണ്. ഈ വിനോദയാത്രയ്ക്ക് ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ള ആശ്രയം സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചെലവിൽ അവരെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ യാത്രക്ക് വന്നിരിക്കുന്നത്. 200-ലധികം ആളുകളാണ് യാത്രക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് മറ്റ് കൂട്ടായ്മകൾക്കും മറ്റു സംഘടനകൾക്കും ഇത്തരം ആളുകളെ, ഇത്തരം നിഷ്കളങ്ക ജന്മങ്ങളെ ഇതുപോലുള്ള വിനോദങ്ങൾ നടത്തി അതവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്നതിന് ഒരു മാതൃകയായി മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാപ്പിളപ്പാട്ടും ഹിന്ദി, മലയാളം സിനിമാ ഗാനങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഒഴുകിയെത്തി. പരിമിതികൾ മറന്ന കുട്ടികളും ഒപ്പം മുതിർന്നവരും പാട്ടുകൾക്കൊപ്പം നൃത്തം വച്ചു. കണ്ണൂരിലെ കലാസാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ നിറസാന്നിധ്യമാണ് കണ്ണൂർ സ്നേഹതീരമെന്ന 500 പേരടങ്ങുന്ന കൂട്ടായ്മ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.